പ്രശ്നം വലിയൊരു അസഹിഷ്ണുത കാണിക്കപ്പെട്ട കേരളത്തിലെ വളരെ എക്സെപ്ഷനിലായ സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു കാര്യം ആയിപ്പോയി. അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണമായിപ്പോയി അത്. കാരണം നമ്മൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപമാനകരമായിപ്പോയി. മുസ്ലിം ലീഗ് അതിൽ ആദ്യം തന്നെ കയറി അഭിപ്രായം പറയാതിരുന്നത് അവിടെ ചില ഛിദ്രശക്തികൾ രണ്ടു വശത്തും ഇതിനെ ഊതി ഉയർപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. പക്ഷേ ആ കാര്യം അവസാനം വന്നു ഭവിച്ചത് ഒരു വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്ന ഒരു ദയനീയമായ സ്ഥിതിയിലാണ് എന്നുള്ളത് ഒരു മതേതര കാഴ്ചപ്പാട് പുലർത്തുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളും നടത്തുന്നുണ്ട്. ഓരോ വിഭാഗം നടത്തുന്ന വിദ്യാലയം അവർക്ക് വേണ്ടി മാത്രം എന്നുള്ളത് നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു വിശാലമായ കാഴ്ചപ്പാട് എടുത്ത് പോവാൻ പൊതുസമൂഹം ഉത്തരവാദിത്വം കാണിക്കുകയാണ്. ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വിജയിക്കുന്നത് അതാണ് പ്രധാനം. സാധാരണഗതിയിൽ ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ വിജയിക്കാറില്ല. വിജയിക്കുന്നത് മോശമാണ്. അത് നല്ലോണം നിരീക്ഷിച്ചതിന് ശേഷം അഭിപ്രായം പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ കാര്യം നിരീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസാന അത് വന്ന് ഉണ്ടായ കാര്യം വെച്ച് നോക്കുമ്പോൾ അതിൽ അഭിപ്രായം പറയാതിരുന്നാൽ മോശമാണ്. കാരണം ഇത് ഇന്നൊരു വിഭാഗം തുടങ്ങിയാൽ നാളെ വേറെ വിഭാഗം തുടങ്ങും. ഓരോ വിഭാഗം നടത്തുന്ന സ്കൂളുകൾ അതാത് വിഭാഗങ്ങൾക്ക് മറ്റുള്ളവരുടെ വേഷം കാര്യം മറ്റും ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ്. നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അനഭിലഷണീയമാണ്. അത് അസഹിഷ്ണുതയുടെ അതിൻ്റെ ആ വാർത്താസമ്മേളനവും അത് സംബന്ധിച്ച അവർ പറഞ്ഞതും അതുപോലെ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞതും എല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ്. അത് മോശമാണ്. അത് കണ്ടില്ല നടിക്കാൻ ആർക്കും പറ്റൂല. പാർട്ടി അത് വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരഭിപ്രായം പറയാം. പിന്നെ നമ്മളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. അത് മനസ്സിലാകുന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയം SFI നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ SFIയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവ് വന്നുകൊണ്ടിരിക്കുന്നതിൽ രോഷം പൂണ്ട കമ്മ്യൂണിസ്റ്റുകാരും ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അക്രമം അഴിച്ചുവിടുകയാണ്. പേരാമ്പ്രയിലാണ് അതിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടത്. CKG കോളേജിൽ MSFൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി വലിയ വിജയം നേടി. MSFകാരനാണ് ചെയർമാനായി വിജയിച്ചത്. അതിൻ്റെ വിജയാഹ്ലാദ ഘോഷയാത്രയെ SFIയുടെ പേരിൽ CPMകാർ പ്രകടനം നടത്തി ആക്രമിക്കാമെന്ന് സ്വാഭാവികമായും പോലീസ് അവിടെ എത്തി. അത്തരമൊരു സാഹചര്യം, സംഘർഷഭരിതമായൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ സമാധാനം ആഹ്വാനം ചെയ്യാനും സമ്മേളനം പാലിക്കാനും ആഹ്വാനം ചെയ്ത് ബഹുമാനപ്പെട്ട MP അവിടെ എത്തിച്ചേർന്നു. യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. പോലീസുകാരൻ ഒരു ജനപ്രതിനിധിയെ, ലോകസഭയിലേക്ക് ലക്ഷക്കണക്കിന് വോട്ടിന് വിജയിച്ച ഒരു MP-യെ പരസ്യമായി അടിക്കുകയാണ്. തലക്കാണ് അടിക്കുന്നത്. ആദ്യത്തെ അടി തലക്ക് കൊണ്ടു, രണ്ടാമത്തെ അടി തല നീക്കിയപ്പോൾ മൂക്കിന് കൊണ്ടു. തലക്ക് 8 സ്റ്റിച്ചുണ്ട്, മൂക്കിന് എല്ല് പൊട്ടി. കേരളത്തിലൊരു ജനപ്രതിനിധിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താ? അതിനുശേഷം ഈ അക്രമങ്ങളും അരാജകത്വവും സൃഷ്ടിച്ച ആളുകളെ വെറുതെ വിട്ട്
UDSFിൻ്റെ കുട്ടികളുടെയും യുവാക്കളുടെയും പേരിൽ കള്ളക്കേസെടുത്ത് അവരെ ദ്രോഹിക്കുകയാണ്. എല്ലാ ദിവസവും വീടുകളിൽ കയറി റെയ്ഡാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ, കോൺഗ്രസ്സുകാരൻ്റെ പ്രവർത്തകരെയൊക്കെ കുറേ പേരെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. ഇപ്പോഴും വീടുകളിൽ രാത്രികാലങ്ങളിൽ പോലീസിൻ്റെ അക്രമങ്ങൾ സഹിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോഴും റെയ്ഡ്. ഒറ്റ ദിവസവും രാത്രി UDFിൻ്റെ പ്രവർത്തകർക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്കറിയാം, ഇപ്പോൾ 2 FIR ഇടേണ്ടി വന്നു പോലീസിന്. പോലീസിൻ്റെ ആദ്യത്തെ FIR പിന്നെ പേരാമ്പ്ര സംഭവം സംബന്ധിച്ച് DYSPയുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് ബഹളത്തിനിടയിൽ അതിൻ്റെ പിന്നൂരി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീട് പൊട്ടി അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്കേറ്റു. 10-ാം തീയതിയിലെ FIR ആണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അക്രമമുണ്ടാക്കിയത് ആരാണെന്നും കുഴപ്പമുണ്ടാക്കിയത് ആരാണെന്നും ഉറപ്പാണ്. എന്നിട്ട് അത് മറച്ചു വെക്കാൻ, MP-ക്ക് പരിക്ക് പറ്റിയതും അടിച്ചതൊക്കെ ന്യായീകരിക്കാൻ 3 ദിവസം കഴിഞ്ഞ് മറ്റൊരു FIR ഇടാണ്. അതിൽ പറയുന്നത് UDSFിൻ്റെ കുട്ടികൾ ഗ്രനേഡ് എറിഞ്ഞു എന്നാണ്. അപ്പോൾ ഇത്തരം 2 FIR മാറ്റി എഴുതാൻ പോലും, കൃത്രിമം കാണിക്കാൻ പോലും തയ്യാറാകുന്ന ആഭ്യന്തര വകുപ്പ്. ഇങ്ങനെ പോയാൽ UDFിന് നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് തേഞ്ഞിപ്പലത്ത് എന്താ സംഭവിച്ചത്? DSU, ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റുഡൻസ് യൂണിയൻ, ഇതുവരെ SFIൻ്റെ കയ്യിലായിരുന്നു. ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റുഡൻസ് യൂണിയൻ ഇതുവരെ SFIയുടെ കയ്യിലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി SFIക്ക് നഷ്ടപ്പെടുമെന്ന് വ്യക്തമായപ്പോൾ കള്ള ബാലറ്റ് പേപ്പർ അടിച്ചുകൊണ്ട് വരികയാണ്. യൂണിവേഴ്സിറ്റിയുടെ സീലോ VCയുടെ ഒപ്പോ ഇല്ലാത്ത ബാലറ്റ് പേപ്പർ പുറത്തുനിന്ന് അടിച്ചു കൊണ്ടുവന്നത് UDSFിൻ്റെ MSFിൻ്റെ അടക്കമുള്ള റിട്ടേണിംഗ് ഏജൻറ്റുമാർ, പോളിംഗ് ഏജൻറ്റുമാർ കണ്ടുപിടിക്കുകയും അത് കയ്യോടെ പിടിച്ച് അധികൃതരെ ഏൽപ്പിക്കുകയും ചെയ്യാണ്. ആ സമയത്താണ് SFIയുടെ സംസ്ഥാന നേതാക്കളും അവിടുത്തെ LDF മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളും അതിക്രമിച്ച് കയറുകയാണ് വോട്ടിംഗ് എണ്ണൽ കേന്ദ്രത്തിലേക്ക്. പോലീസ് നോക്കി നിൽക്കെ ഒന്നും ചെയ്തില്ല. അവരാണ് കുഴപ്പമുണ്ടാക്കിയത്. ഒരുപാട് MSFിൻ്റെ പ്രവർത്തകർക്ക്, KSUവിൻ്റെ പ്രവർത്തകർക്കൊക്കെ പരിക്ക് പറ്റി. പലരും ആശുപത്രിയിലാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും MSF പ്രവർത്തകർക്കെതിരെയാണ് കേസ്, KSU പ്രവർത്തകർക്കെതിരെയാണ് കേസ്. SFIക്കാർക്ക് ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ഏകപക്ഷീയമായി നടപടിയെടുക്കുന്നു. 10 MSF പ്രവർത്തകർ അറസ്റ്റിലും ജയിലിലുമാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യം കുഴപ്പമുണ്ടായി. 2 കൂട്ടരും തമ്മിൽ കുഴപ്പമുണ്ടായി, പരസ്പരം കല്ലേറുണ്ടായി. ആ കല്ലേറിനിടയിൽ ഒരു പോലീസുകാരന് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളെ പ്രവർത്തകർ പറയുന്നത് SFIക്കാരൻ എറിഞ്ഞാണെന്നാണ്. ഏതായിരുന്നാലും 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും എറിയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഏകപക്ഷീയമായി കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പിൻ്റെ ദുരുപയോഗമാണ്. ഈ ഇറങ്ങിപ്പോകാൻ നേരത്ത് ഇത്തരം ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരപരാധികൾ ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയും അവർ ഇപ്പോഴും വീടുകളിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുജാഹിദ് സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ, ഉയർന്ന പോലീസ് DGP അടക്കമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഈ 2 കാര്യങ്ങൾ, പേരാമ്പ്രയിലെ പ്രശ്നവും യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നവും സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ പ്രതിയോഗികളെ, എതിരാളികളെ ആക്രമിക്കാനും അവരെ ജയിലിലടക്കാനുമാണ് ശ്രമമെങ്കിൽ ഇത് എവിടെ ചെന്നെത്തുമെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. UDF ഇതിലൊക്കെ ഇപ്പോൾ സംയമനം പാലിക്കുന്നത് ഞങ്ങളുടെ ദൗർബല്യമല്ല, രാജ്യത്ത് സമാധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അതിന് ഒരു പരിധിയുണ്ട്. അത് ഗവൺമെൻറ്റിനെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയും ബോധ്യപ്പെടുത്താനാണ് ഞങ്ങളിത് പറയുന്നത്. യൂണിവേഴ്സിറ്റിയിൽ മര്യാദക്ക് ഇലക്ഷൻ നടന്നാൽ പ്രശ്നമായി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചു. അപ്പം തുടങ്ങിയതാണ് യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ പേരാമ്പ്രയിൽ ജനാധിപത്യ ഒരു ജില്ലാ സെക്രട്ടറി ഒക്കെ അവരുടെ ജനാധിപത്യപരമായ ഒരു പ്രകടനം നടന്ന അവിടെ പ്രശ്നമായി.
ഇത് നല്ലൊരു പ്രവണത അല്ല. പിന്നെ തുടർന്ന് വരുന്ന കേസുകളാണെന്നുണ്ടെങ്കിൽ വളരെ ഏകപക്ഷീയമായി പോകുന്നു. ഇതിൽ ശക്തമായ പ്രതിഷേധം പാർട്ടിക്കുണ്ട്. അവിടെ ഒരുപാട് പേരാമ്പ്രയിൽ പാർട്ടി പ്രവർത്തകന്മാർ അറസ്റ്റിലാണ്. എം പി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടുമല്ലോ. UDF പ്രവർത്തകർ ഒരുപാട് പേര് അറസ്റ്റിലുണ്ട്. CPI-ലുണ്ട്, കോൺഗ്രസിലുണ്ട്. അതാണ് ഇവിടെ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ പോലീസ് നടപടി പിന്നെ ഉണ്ട്. പക്ഷേ അത് പലപ്പോഴും ഭരണ സ്വാധീനത്തിന് വിധേയമാകുന്നു എന്നുള്ള ആരോപണമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മര്യാദക്ക് ഇലക്ഷൻ നടത്താൻ ഈ കേരള കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ സാഹചര്യം ഉണ്ടാകും. മര്യാദക്ക് ഇലക്ഷൻ നടന്നാൽ UDF ജയിക്കും. അതാണ് പ്രശ്നം. UDF ജയിക്കാൻ പാടില്ല. അപ്പോൾ അക്രമം ഉണ്ടാകും. മറ്റൊരു കാര്യം, വിഷയത്തിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന മതേതര മൂല്യം സ്കൂളുകൾക്കൊന്നും തറക്കാൻ പറ്റില്ലെന്നും പറയുന്നതായിരുന്നു. അതിനൊരു മാതൃകാപരമായ നിലപാടായി കാണുന്നു. എന്നിട്ട് എന്താണ്ടായി? കുട്ടിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നല്ലോ. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കുട്ടിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു. അതല്ലേ വസ്തുത. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രസ്താവന മാതൃകാപരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ കോൺഗ്രസിന്റെ സമീപനം എന്താണ്? കോൺഗ്രസിന് വ്യക്തമായ ഒരു നിലപാടുണ്ടായിരുന്നു. പ്രശ്നം കോൺഗ്രസ് അവിടെ പോയി പ്രശ്നം പരിഹരിക്കാൻ നോക്കി, പരിഹരിച്ചില്ല. അതാണ് ഉണ്ടായത്. അതിലെ പ്രശ്നം പരിഹരിക്കാൻ നോക്കിയത് നമുക്കൊരു കുറ്റായി കാണാൻ കഴിയില്ലല്ലോ. ആത്യന്തികമായി അവിടെ വർഗീയ പിന്നെ സാഹചര്യം കരുതി കൂട്ടി ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് ഇതിന്റെ പുറകിൽ. പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ അങ്ങ് മാറ്റി നിർത്തി ചില ശക്തികൾ, അവരാണ് ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ പിറകിലുള്ളത്. അതുപോലെ തന്നെ ഇതിന് എതിരെ പ്രവർത്തിക്കുന്ന രംഗം വഷളാക്കാൻ നോക്കുന്നവർ എന്നുള്ള ആരോപണമുണ്ട്. അതുകൊണ്ടാണ് ലീഗിനെ പോലെയുള്ള പാർട്ടികളൊക്കെ ഒന്ന് സംയമനം പാലിച്ച് അത് നിരീക്ഷിച്ചത്. പക്ഷെ ആത്യന്തികമായി നോക്കിയ കുട്ടികളെ പഠിപ്പ് നിർത്തേണ്ടി വന്നു കേരളത്തിൽ. അതിന് ഉത്തരവാദിത്വം ഗവൺമെന്റിന് ഉണ്ടല്ലോ. വിദ്യാഭ്യാസ മന്ത്രി വ്യക്തിപരമായി എടുത്ത സമീപനം ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടായില്ലല്ലോ. ഏത് അല്ല, അത് മാത്രം വേറിച്ച് എണ്ണി കൊടുക്കാനാണെങ്കിൽ ആ കമന്റ് ഇല്ല. അതല്ല, ഞാൻ ജനറലായിട്ട് എല്ലാം പറഞ്ഞല്ലോ. എന്തിനാ എന്നെ കൊണ്ട് പഠിപ്പിക്കണം? അത്തരം ശക്തികൾ എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത്. അതിന് പേരൊക്കെ പറയുന്നത് ചിലപ്പോൾ പറയുന്നവരുടെ നിലവാരത്തിൽ യോജിക്കില്ല. സ്കൂൾ ഇപ്പോഴും പറയുന്നത് മാനേജ്മെന്റ് പറയുന്നത് അവരുടെ നിയമത്തിനനുസരിച്ച് സ്കൂളിന്റെ ബൈലോ അനുസരിച്ച് ഇപ്പോഴും ഇതൊക്കെ ഒരു ജീവൻ ടേക്കിൽ നടക്കേണ്ടതല്ലേ? യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോമിന് വിരുദ്ധമാവാതെ ഒരു ചെറിയ പിന്നെ ഒരു തട്ടം അല്ലെങ്കിൽ ഒരു തലപ്പാവ്, യൂണിഫോമിന് അനുസരിച്ച് തന്നെ ഒരു ചെറിയ പിന്നെ തലപ്പാവ് അടിഞ്ഞാൽ എന്ത് പറ്റാൻ? പറയുന്ന അധ്യാപിക മുഴുവൻ തലപ്പാവ് അടിഞ്ഞിട്ടാണല്ലോ പറയുന്നത്. അതെങ്കിലും ഓർക്കണം. മോശമായിപ്പോയി. വളരെ ഒരു അസഹിഷ്ണുതയുടെ ഒരു മകുടോദാഹരണമായിപ്പോയി. റിസൾട്ട് അവസാനം അവർ വിജയിക്കുകയും ചെയ്തു. അത് മോശമായി. അത് ഭരിക്കുന്ന ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു കേരളത്തിൽ. ഇത് മുമ്പുണ്ടായില്ല. ഇതിലൊരു അഭിഭാഷകയോട് തന്നെ കോടതി പറഞ്ഞ മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികൾ എന്ന് വേർതിരിച്ച് പരാമർശം നടത്തി. അങ്ങനെ സ്കൂളുകളിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നാണ് കോടതി. ആ കോടതി പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. നമ്മളാരും പറയാറില്ലല്ലോ. എന്നിട്ട് കോടതി കയറി അത് പറഞ്ഞാൽ പിന്നെ കോടതി കയറി താടി കിട്ടാതായിരുന്നു. വളരെ കറക്റ്റാണ്. സ്കൂളിൽ കുട്ടികളെ ഉള്ളൂ. ഇങ്ങനെ പറയാൻ തുടങ്ങി, കേരളത്തിൽ പറയാൻ തുടങ്ങി എവിടെ എത്തും? അഭിഭാഷകയാണെങ്കിലും ആരാണെങ്കിലും അത് കോടതി പറഞ്ഞതാണ്. വളരെ കറക്റ്റാണ്. കുട്ടികളെന്ന് പറയാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. അവരെ ജാതി തിരിച്ച് പറയാന്ന് പറഞ്ഞത് വളരെ മാത്രം. ഏത് വക്കീലാണെന്ന് നടക്കാൻ അത് എന്നെ വക്കീലാണെന്ന് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. അതൊക്കെ വളരെ മോശമായ സമീപനം തന്നെ. അതൊക്കെ വേറെ കാര്യം. പറഞ്ഞതിനെ പറ്റിയാണ് ചോദിച്ചത്. നിങ്ങൾ അയിമ കൂടണ്ട പറഞ്ഞതിനെ പറ്റിയാണ് അഭിപ്രായം. മുഖ്യ സംഘടനകള് CPM ആയാലും കോൺഗ്രസ് ആയാലും ലീഗായാലും അങ്ങനെ മുഖ്യധാരയിലുള്ള കക്ഷികൾ ഒക്കെ ഇടപെടണം. മുഖ്യധാരയിലുള്ള കക്ഷികളൊക്കെ ഇടപെട്ട് ഇത്തരം വിഭാഗീയതയും വർഗീയതയും കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരായിട്ട്
രംഗത്ത് വരണം. നല്ലതല്ല, വളരെ മോശം. ഇതിപ്പോൾ ഇപ്പോൾ മലബാറിലേക്ക് വന്ന സ്കൂളൊക്കെ നടന്ന വേറെ വിഭാഗങ്ങളല്ലേ. കേരളത്തിന്റെ കൾച്ചറിന് അത് യോജിക്കൂല. അതുകൊണ്ട് നമ്മള് നിങ്ങളായാലും ഈ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. കോടതി പറഞ്ഞത് കറക്റ്റാണ്. നമ്മളിവിടെ കുട്ടികളായിട്ട് കാണും. എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും വേണ്ട. ഞാൻ പറയില്ല, മനസ്സിലായില്ലേ? വക്കീൽ പറഞ്ഞിരിക്കും, പക്ഷെ ഞാൻ പറയില്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും വേണ്ട. അതൊന്നുമില്ല. ഞങ്ങൾ ഇടപെടേണ്ട സമയത്ത് ഇപ്പോൾ ഇടപെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പരിതാപകരമായ അവസ്ഥ വരുമ്പോൾ പരാധീനത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇടപെടൂല എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ ഞങ്ങൾ ഇടപെടും. പക്ഷേ രംഗം വഷളാക്കാൻ വേണ്ടി, രീതിയിൽ എണ്ണ വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാവും. അതാണ് ഞങ്ങളത് നോക്കിയത്. നിയമത്തിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. മുമ്പത്തെ ഒരു കോർട്ടിന്റെ ഓർഡർ എടുത്ത് പിടിച്ചാണ് സ്കൂൾ പറയുന്നത് സ്കൂളിലാണ് അതിന്റെ ഭയങ്കര അധികാരം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കേരളത്തിൽ ഒരു ഡിവൈഡ് ടേക്ക് ആയിട്ടാണ്. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറൊരു ചോദ്യം വരും. ഭരണഘടനയാണോ വലുത്, ബൈലോ ആണോ വലുത്? അതൊക്കെ പിന്നെ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട പോയിട്ടുണ്ട്. അതൊക്കെ ഒരു ഡിവൈൻ ടൈപ്പിൽ പോകുമ്പോഴേ അത് ഒരു സഹിഷ്ണുതയുടെ ഉദാഹരണമാണ്. കോടതി വിധിക്കെതിരെ പിന്നീട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു കക്ഷിയുടെ ഭാഗത്തുനിന്ന് ഒരു അപ്പീൽ പോകുന്ന സാധ്യത ഉണ്ടായതായിട്ട് കാണുന്നില്ല. ശരി, അതിലൊരു സമീപനം വന്നതായിട്ടില്ല. അങ്ങനെ ഉത്തരവുണ്ടായെങ്കിൽ തന്നെ അതിന് അപ്പീൽ പോകാനോ ഇല്ലെങ്കിൽ അത് നിയമജ്ഞന്മാർ നോക്കട്ടെ. കേരളത്തിൽ ഇതൊരു പ്രോബ്ലം ആയിട്ടേ ഇല്ല. കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇവിടെ ഏത് മാനേജ്മെന്റ് ആണെങ്കിലും എല്ലാ ജനവിഭാഗങ്ങളും പഠിക്കുകയും അവിടുത്തെ അന്തരീക്ഷത്തിൽ ഡിവൈൻ ടൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇവിടെ എല്ലാവരും ഒരു മതേതര കാഴ്ചപ്പാടിലെല്ലാം ഭദ്രമായ നിലയിൽ പോകുന്ന ഒരു സ്റ്റേറ്റാണത്. അവിടെ വിഭാഗീയ വർഗീയത പ്രോത്സാഹിപ്പിക്കരുതെന്നേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ഇവങ്ങനെ കൂടിയിട്ട് ഇതിൻ്റെ അടുത്ത് കൂടുതൽ ഉത്തരം കിട്ടില്ല. കോൺഗ്രസിനെ കോർണർ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതല്ല ഇവിടുത്തെ പ്രശ്നം. കോൺഗ്രസിനെ കോർണർ ചെയ്യലല്ല. ചില ഈ പ്രശ്നം ഊതി ഉറപ്പിക്കണ പോലെ ചിലവരുടെ ആവശ്യം അതാണ്. അതിനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കണേന്ന്. കോൺഗ്രസിന് ഇത് കുറച്ച് അസൗകര്യമായ വിഷയമാണ് എന്ന് കാണുമ്പോൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി വർഗീയത ഊതി ഉറപ്പിക്കണോലും ഇതിൻ്റെ ഇടയിലുണ്ട്. അത്തരം ചോദ്യങ്ങൾക്ക് കൂടുതൽ എൻ്റെ അടുത്ത് ഉത്തരം കിട്ടും. ഇവിടെ നമ്മുടെ വിഭാഗീയ വർഗീയത ഉണ്ടാവരുത് എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ രണ്ടാളും കൂടെ മന്ത്രി ഈ വിഷയത്തില് ഒരുപാട് പ്രാവശ്യം വാർത്താ മാധ്യമങ്ങളെ കണ്ടു. പലവട്ടം അദ്ദേഹത്തിന്റെ ശക്തമായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഒട്ടും മുന്നോട്ട് പോയില്ല. അതിനുള്ളൊരു കാരണം ഈ സ്കൂളുകൾക്കുള്ള ഒരു അതിര് കടന്ന അവകാശങ്ങളാണോ അവർക്ക് മാനേജ്മെന്റുകൾക്കുള്ള? അല്ല, അതൊന്നും അങ്ങനെ ജനറലൈസ് ചെയ്ത് ഉത്തരം പറയാൻ കഴിയില്ല. ഈ വിഷയത്തിൽ ആവശ്യമായ മറുപടി ഞാൻ പറഞ്ഞു. കേരളത്തിൽ ഇത്തരം അസഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. അതിന് മുഖ്യധാര രംഗത്തുള്ള എല്ലാവരും അതിൽ പിന്നെ ബോധവാന്മാരാവണം. അതാണ് സമൂഹത്തിനോട് പറയാൻ നല്ലത്. വിഭാഗീയത ഉണ്ടാക്കാൻ നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിഭാഗീയത വർദ്ധിപ്പിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ആ വിഷയം നമുക്ക് അയിമ ക്ലോസ് ചെയ്യാം. എല്ലാ വിഷയങ്ങളിലും വെള്ളാപ്പള്ളി നടേശൻ ശ്രീലീഗിനെയും മുസ്ലിം കമ്മ്യൂണിറ്റിയും ഒക്കെ വല്ലാതെ ആക്രമിക്കുന്നുണ്ട്. ഇന്നത്തെ ചുങ്കത്തറയിൽ തുടങ്ങിയപ്പോൾ അദ്ദേഹം അത് ശീലമാക്കിയിരിക്കുന്നു. അതൊരു മറുപടി അത് കേരളത്തിൽ ഒട്ടും ചർച്ചയാവുന്നില്ലല്ലോ. ആരോട്ട് കാര്യമായിട്ട് എടുക്കുന്നുമില്ല. പിന്നെന്ത് ഞങ്ങളായിട്ട് ഇനിയിപ്പോൾ വെറുതെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല, പ്രതികരിച്ചു ഇതാക്കേണ്ട കാര്യമില്ല. ആയിക്കോട്ടെ. മുഖ്യ പ്രശ്നങ്ങൾ അല്ല, അതായത് ശബരിമല പോലുള്ള വിഷയങ്ങളുണ്ട്. ശബരിമല പോലുള്ള വിഷയങ്ങളുടെ ഇടയിൽ പിന്നെ ചർച്ച വഴിമാറ്റാൻ വേണ്ടി ഈ ഓണാഘോഷം നടക്കുന്നിടയിൽ പൊട്ടുകച്ചവടം നടത്തുന്ന പോലെ പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ പ്രതികരിച്ച് വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടത്. മലപ്പുറം ജില്ലയിലെ നടത്തേണ്ട കായികമേള പാലക്കാടാണ്. മലപ്പുറം സംസ്ഥാന സ്കൂൾ ചാമ്പ്യന്മാരാണ്. ഇപ്പോൾ കായിക മേഖലയിൽ ഇങ്ങനെ ആകെ താളം തെറ്റിയൊരു അവസ്ഥയാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മാത്രമല്ല സംസ്ഥാനത്താകെ. ഞാൻ ആ വിഷയം പഠിച്ചിട്ട് പറയാം. എന്താ നോക്കിയിട്ട് പറയാം. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പം 1-2 പേര്, ഇപ്പം ഒരാൾ അറസ്റ്റിലായി, 2-3 പേര് സസ്പെൻഷനിലൊക്കെ ഉണ്ട്. പക്ഷേ അത് മുന്നോട്ട് ഇനി കൂടുതൽ പേരിലേക്ക് പോവില്ല എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഡെപ്ത് കൂടുതലാണ്. അപ്പൊ അതിലൊരു ശക്തമായ ഒരു അന്വേഷണം വേണമെന്ന് UDF സമരം നടത്തിയതിന്റെ അപ്പുറത്തേക്ക് UDF ഒരു പരിധി കഴിഞ്ഞാൽ മുന്നോട്ട് വരുന്നില്ല. ആഴത്തിൽ പഠിച്ച രംഗത്തിലുണ്ടോ എന്ന് അറിയില്ല. അല്ല, UDF അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വമ്പിച്ച ജനാവലിയായിരുന്നു. ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറത്ത് പിന്നെ ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം. പന്തളത്ത് വലിയ സമാപനമാണ്. UDF പ്രക്ഷോഭത്തിന്റെ അടുത്ത ഘട്ടം ഞങ്ങൾ ആലോചിക്കും.
ഇതിന്റെ ആഴം എത്ര ഉണ്ട് എന്നുള്ളത് മുങ്ങി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇന്ന് പോറ്റി പിന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി മുങ്ങാനുണ്ട്, ഒരുപാട് ആഴമുണ്ട് ഈ കയത്തിന്, അതിൽ പോയി കുറച്ചും കൂടി പിടിച്ചുകൊണ്ട് വരാനുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആഴം എത്ര എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം ആർക്കും മനസ്സിലായില്ലല്ലോ. അതിന് അടുത്ത കുറ്റപത്രം വരുമ്പോഴേ അറിയുള്ളൂ. അത് പക്ഷേ വമ്പിച്ച ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണോ പലതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ സെൻസിറ്റീവായ വിഷയങ്ങളിൽ വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്ന് അറിഞ്ഞൂടാ. വിദ്യാഭ്യാസം ശക്തമായി പ്രതികരിക്കുമ്പോൾ പോലും ആ കുട്ടി ഇപ്പോൾ ടി സി വഴി പോകണം, അതിനെ തടസ്സം വെക്കാൻ വേണ്ടി അതിന് പരിഹാരം കാണാനോ വിദ്യാഭ്യാസം ഇതുവരെ സാധിച്ചിട്ടുമില്ല. അതിലെങ്ങനെയാണ് ഞാൻ പ്രതികരിച്ച് കഴിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു ഭരിക്കണ ഗവൺമെന്റ് കുട്ടിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ പരാജയപ്പെട്ടു. ശിവൻകുട്ടി വ്യക്തിപരമായ ഒരു സ്റ്റാൻഡ് എടുത്തു, അദ്ദേഹം നല്ല പ്രസ്താവന കൊടുത്തു, അതൊക്കെ ശരി. പക്ഷെ കുട്ടി സംരക്ഷിക്കപ്പെട്ടില്ല. അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. തെങ്ങുന്ന് വീണു, ഒന്നും പറ്റിയില്ല, പക്ഷെ തല പോയി എന്ന് പറഞ്ഞാൽ കുട്ടി സംരക്ഷിക്കപ്പെട്ടില്ലല്ലോ. കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശം പോയി. കുട്ടിക്ക് വേറെ സ്കൂൾ നോക്കണം. ഓപ്പറേഷൻ സക്സസ്, പക്ഷെ രോഗി മരിച്ചു. ജില്ലാപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. പലയിടത്തും മുമ്പുള്ളതുപോലെ മുന്നണി വിരുദ്ധ സഖ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടിയിൽ ഒരു പ്രമേയം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഒരു വാർഡ് ലീഗിന് വേണമെന്ന് പറഞ്ഞിട്ട് ലീഗിന് ഒരു പ്രമേയം പരസ്യമായി എല്ലാം അണ്ടർ കൺട്രോളാണ്. ഡോണ്ട് വറി.